ഞാൻ പറയില്ലേ ഫാൻസിൻ്റെ ആണ് സാർ, അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല ആദ്യമേ പറയുന്നു. എൻ്റെ കസിൻസിൻ്റെ കോളേജ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ദുബായ് വിളിക്കും, കോട്ടയത്ത് വിളിക്കും, തിരുവനന്തപുരത്ത് വിളിക്കും, എല്ലാവരെയും വിളിച്ച് ചോദിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ ജിത്തു ജോസഫ് സാറിനെ അറിയാമോ എന്ന് ആരെങ്കിലും ചോദിക്കും. എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതല്ല ജിത്തു ജോസഫ് സാർ ഡയറക്റ്റ് അല്ലേ എന്നാരെങ്കിലും പറയാനെങ്കിൽ, ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയണമെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല. അവർ എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അപർണ ബാലമുരളി, അപർണ ബാലമുരളിയാ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് എന്താ ചോദിക്കാനുള്ളത്? ഇത് ഫോൺ വെച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയേണ്ട. പിന്നെ ഈ സെയിം എനിവേസ് ഐ വിൽ സർ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദൃശ്യം ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിലെ ഏത് വേർഷനാണ് സാറിന് മോസ്റ്റ് പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തത്? എൻ്റെ വേർഷൻ മലയാളം വേർഷൻ. ഫാമിലി ഡ്രാമാസ് ലൈക്ക് മമ്മി ആൻഡ് മീ ആൻഡ് പക്ക ത്രില്ലേഴ്സ് രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സാർ ഡിഫറെൻറ്റ് ഇമോഷണൽ സോൺസ് വൈൽ റൈറ്റിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് എന്താണ് സാർ ഫീൽ ചെയ്തേക്കുന്നത്? ഇമോഷണൽ ഇതിനകത്ത് അതിപ്പം ത്രില്ലറാണേലും ഫാമിലി ഡ്രാമാസിലാണേലും എനിക്ക് തോന്നുന്നില്ല വലിയ ഡിഫറൻസ് ഉണ്ടെന്ന്. മേ ബി അതിൻ്റെ ഡയലോഗ് സ്ട്രക്ചറിൽ അത് എഴുതുന്ന രീതി, യൂസ് ചെയ്യുന്ന വാക്കുകളിലൊക്കെ ചിലപ്പം കുറച്ചുകൂടെ ഒരു നമുക്കൊരു ഇച്ചിരി ഒരു ഹീറോയിസം ബിൽഡ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളും അതിൻ്റെ ആ സെൻറ്റൻസ് ഇത് ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടി ഒന്ന് പവർഫുൾ ആക്കാനും ഇതൊക്കെ നോക്കും. ഉദാഹരണത്തിന് നേരിനകത്ത് ഭയങ്കര ആൾക്കാർ തിയേറ്ററിൽ കണ്ടില്ല, കൈയടിച്ചെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയ ജനറൽ പെൺകുട്ടികൾ വിളിച്ചു പറയും ആര് എന്ത് എങ്ങനെയെന്ന് പറയും. അപ്പം അത് ഓരോ വാക്കും എടുത്തത് ആ പഞ്ച് കിട്ടണം, അതിനകത്ത് ആ ഇമോഷൻ കൊണ്ടുവരാൻ, അങ്ങനെയുള്ള ഇത് വരും. പക്ഷെ ഒരു ഫാമിലി ഡ്രാമ വരുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര നാച്ചുറൽ റിയലിസ്റ്റിക് ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ ഡയലോഗിൻ്റെ ഒരു കൺസെപ്റ്റ്. So you are one of the few Malayalam directors to work successfully across industries. How different is directing a film in Hindi or Tamil or Malayalam എന്ന് പറയുന്നത്? മലയാളം കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ മലയാളമാണ്. കാരണം ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര എല്ലാ ആർട്ടിസ്റ്റും തന്നെ ഇവിടുത്തെ മലയാളത്തിലെ എല്ലാ ആക്ടേഴ്സും തന്നെ മലയാളം ടാലൻറ്റഡ് ആണ്. പിന്നെ കുറച്ചുകൂടെ നമുക്കൊരു ഹോംലി ഫീൽ ഉണ്ട് ഇവിടെ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സും ഷൂട്ടിങ് എല്ലാം സെയിം ആണ്. പക്ഷേ എവിടെയോ ഞാൻ വീട്ടിൽ പുറത്താണ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. ഞാൻ ഒരു തമിഴ് ഹിന്ദിയും ഒരു ഇത് ചെയ്തിട്ടുള്ളൂ, തമിഴ്, പിന്നെ 2 തമിഴ് ചെയ്തു. അപ്പം എനിക്ക് എന്താ പറയുക, പ്രോസസ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ എവിടെയോ ഞാൻ വീട്ടിൽ നിന്ന് മാറി ദൂരത്ത് എവിടെയോ പോയിരുന്നു ജോലി ചെയ്യുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. അത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ബോംബെ ലാൻഡ് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നതായിട്ട് കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര പ്രശ്നം. എനിക്ക് ഈ ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കാനാണ്. എനിക്ക് അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ കുറേ ഞാൻ തള്ളിക്കളയുന്നതല്ല, ഇങ്ങനെ ഒരു മടിയുണ്ട്. പക്ഷേ എന്താ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്, എക്സ്പ്ലോർ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല.